ആപ്ലിക്കേഷൻ എന്നുള്ള നിലയിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവരികയും KSFE-യുടെ സ്വർണ്ണപ്പണയ വായ്പാ രംഗത്ത് ഞങ്ങൾ ഓവർ ഡ്രാഫ്റ്റ് ഏർപ്പെടുത്തി. സമയത്തും എവിടെ നിന്ന് വേണമെങ്കിലും അവരുടെ ആ ഓവർ ഡ്രാഫ്റ്റിൽ നിന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള പണം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. മൊബൈൽ ആപ്ലിക്കേഷന്റെ എന്തൊക്കെ സാധ്യതകളുണ്ടോ കുറെ കൂടി അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന കൂടിയുണ്ട്. ടെക്നോളജിക്കലായിട്ടുള്ള നിലയിൽ പുതിയ തലമുറ ജോലികളിലൊക്കെ തന്നെ ഏർപ്പെട്ടിരിക്കുന്ന യുവതലമുറയ്ക്ക് തീർച്ചയായിട്ടും അനുയോജ്യമായിട്ടുള്ള പുതിയ മാധ്യമങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് KSFE-യുടെ ഉൽപ്പന്നങ്ങൾ അർത്ഥത്തിലും സൈബർ തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ളവ പെരുകി വരികയാണ്. നമുക്കറിയാം വളരെ എൻലൈറ്റൻഡ് ആയിട്ടുള്ള, അതായത് സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ളവർ പോലും പറ്റിക്കപ്പെടുന്ന സൈബർ തട്ടിപ്പുകളിലൂടെ പറ്റിക്കപ്പെടുന്ന ഒരു ഘട്ടമാണിപ്പോൾ. ബാങ്കിങ് സ്ഥാപനമല്ല, മാത്രവുമല്ല KSFE ഒരു മിസലേനിയസ് നോൺ ബാങ്കിങ് സ്ഥാപനം എന്നുള്ള നിലയിലാണ് MNBC എന്ന ഒരു വർഗീകരണത്തിലാണ് ഭരണസമിതിയിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളത് അതിനെക്കുറിച്ച് ആലോചിക്കും. താങ്കൾ പറഞ്ഞതുപോലെ ഓൺലൈൻ ഓപ്ഷൻ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. KSFE എപ്പോഴും ഒരു മനുഷ്യമുഖം ഉള്ള ഒരു പ്രസ്ഥാനം. നമസ്കാരമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാനുള്ളത് KSFE ഭദ്രത ഹെഡ് ഓഫീസിലാണ്, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡിൻ്റെ. അപ്പോൾ ഈ ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് മേഖലയിൽ ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഇദ്ദേഹം HDFC ബാങ്ക്, IDFC ബാങ്കിലൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കൺസ്യൂമർ ഫെഡും മാർക്കറ്റ് ഫെഡിൻ്റെയും മാനേജിംഗ് ഡയറക്ടർ ആയതിനു ശേഷമാണ് അദ്ദേഹം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിലെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അദ്ദേഹം വരുന്നത്. അപ്പോൾ നമുക്ക് വളരെയധികം ബഹുമാനത്തോടെ അദ്ദേഹത്തിന് നമ്മുടെ ഈ ചാനലിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം. ഡോക്ടർ SK സനിൽ സർ. നമസ്കാരം. താങ്ക് യു സാർ. ഇതിലിപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ്, കാരണം സാറിൻ്റെ ഒരു വിലപ്പെട്ട സമയം കുറച്ച് നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിച്ചു. സാറിൻ്റെ ടൈമിനും വളരെയധികം താങ്ക് യു. അപ്പോൾ സാറേ, ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഞാൻ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് നമ്മൾ KSFE എന്നുള്ളൊരു ബ്രാൻഡ് പുതിയൊരു എന്താ പറയുക ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എസ്പെഷ്യലി കഴിഞ്ഞ വർഷം KSFE പവർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ KSFE ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഒരുപാട് കസ്റ്റമേഴ്സ് അത് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ഒരു സാഹചര്യത്തിൽ KSFE ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് സാറിൻ്റെ ഒരു വിഷൻ, അതൊന്ന് നമ്മളോടൊന്ന് ഷെയർ ചെയ്യാമോ? KSFE-യുടെ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നത് രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ്. ഒന്ന്, പ്രധാനമായിട്ടും ഇടപാടുകാർക്ക് ഏറ്റവും മികച്ച സാഹചര്യം ഒരുക്കുക KSFE-യുമായി ബന്ധപ്പെട്ട് സർവീസ് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓഫീസുകളിൽ ഉറപ്പുവരുത്തുക, ജീവനക്കാർക്ക് മികച്ച സാങ്കേതിക വിദ്യ ഒരുക്കുക. ഈ രണ്ട് തരത്തിലുള്ള നിലയിലാണ് ഞങ്ങൾ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യ ഭാഗം ഏറ്റവും പ്രധാനവും തീർച്ചയായിട്ടും ഇടപാടുകാർക്ക് മികച്ച സേവനം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ആ വിധം നമുക്ക് ഇതിനകം ഉണ്ടായിരുന്ന പോരായികകളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മികച്ച നിലയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത രണ്ട് ഉദാഹരണങ്ങൾ, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ പവർ ആപ്ലിക്കേഷൻ എന്നുള്ള നിലയിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവരികയും KSFE-യുടെ പ്രധാനപ്പെട്ട ഇനങ്ങൾ, ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ അതിൻ്റെ സേവനങ്ങൾ ലഭ്യമാകുന്ന നിലയിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചിട്ടിയിൽ ചേരുന്നതിന്, അതിൽ പണമടയ്ക്കുന്നതിന്, ലോണിൽ പണമടയ്ക്കുന്നതിന്, ചിട്ടിയിൽ പ്രോക്സി നൽകുന്നതിന് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി വലിയ ഒരു ഉൽപ്പന്നം, അല്ലെങ്കിൽ ഒരു മികച്ച ഒരു ഉൽപ്പന്നം സ്വർണ്ണപ്പണയ വായ്പാ രംഗത്ത് ഞങ്ങൾ ഓവർ ഡ്രാഫ്റ്റ് ഏർപ്പെടുത്തി സ്മാർട്ട് ഗോൾഡ് OD എന്നുള്ള നിലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിലും ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷന്റെ ഉപയോഗം തീർച്ചയായിട്ടും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് രാത്രിക്കും അല്ലെങ്കിൽ ഏത് സമയത്തും എവിടെ നിന്ന് വേണമെങ്കിലും അവരുടെ ആ ഓവർ ഡ്രാഫ്റ്റിൽ നിന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള പണം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ഈ വിധം മൊബൈൽ ആപ്ലിക്കേഷന്റെ എന്തൊക്കെ സാധ്യതകളുണ്ടോ കുറെ കൂടി അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന കൂടിയുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ സുഗമ അക്കൗണ്ടിൽ ഉൾപ്പെടെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയാണ് ഞങ്ങളിപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ വരാൻ പോവുകയാണ്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇടപാടുകാർക്ക് മികച്ച അനുഭവം ഉണ്ടാക്കുക KSFE-യുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഏജൻസ്
രംഗത്തുണ്ട് KSFE കളക്ഷൻ ഏജൻസ് ആണ്. അപ്പോൾ അവർക്ക് ഒരു മികച്ച ഒരു യന്ത്രം ഒരു ചെറിയൊരു യന്ത്ര സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഴയ പോസ്റ്റ് മെഷീൻ എന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള പോസ്റ്റ് മെഷീന് തുല്യമായിട്ടുള്ള ഒരു സാധനമാണ്. അതിലൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഞങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഉൾപ്പെടുത്തിയതിന് ശേഷം ഇടപാടുകാരുടെ അടുത്തേക്ക് ചെല്ലുന്നു. പണമോ ചെക്കോ അല്ലെങ്കിൽ UPI പേയ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് അതുവഴി നടത്താവുന്നതാണ്. ആ വിധത്തിലേക്ക് KSFE-യിലേക്ക് പണം കൈമാറ്റം ചെയ്യാനുള്ള ഒരു സാധ്യത ഒരുക്കിയിരിക്കുകയാണ്. ഇതും സാങ്കേതിക വിദ്യയുടെ ഒരു ഉപയോഗമാണ്. വളരെ അടുത്തിടെയായിട്ട് വളരെ മികച്ച നിലയിൽ ഞങ്ങൾ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ വിധം ഇടപാടുകാർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പൊ വെബ് പോർട്ടലുണ്ട്. അതുപോലെ തന്നെ കൂടുതലായി AI പോലുള്ള അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്രത്തോളം ഭംഗിയായി ഇടപാടുകാർക്ക് സേവനങ്ങളും ഉൽപ്പന്നങ്ങളും എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ ഗൗരവത്തോടു കൂടിയിട്ടുള്ള ആലോചനകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഭാഗം KSFE-യുടെ ശാഖകളിലുള്ള സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സീറ്റുകളിൽ കമ്പ്യൂട്ടറുവൽകൃതമാണ്. അതുകൂടാതെ പോസ്റ്റ് മെഷീൻ ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ അവിടെ ലഭ്യമാണ്. ഇതൊന്നും കൂടാതെ സെൽഫ് സർവീസ് കിയോസ്കുകൾ ഞങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടങ്ങളിലൊക്കെ തന്നെ അപ്പോൾ ഇടപാടുകാരൻ ശാഖകളിലേക്ക് എത്തുമ്പോൾ മികച്ച സേവനം അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി പ്രാപ്തമാക്കുക ജീവനക്കാരെ, അത് സാങ്കേതിക വിദ്യയിലൂടെ നമ്മൾ നല്ല നിലയിൽ ഒരുക്കുന്നു. അതുപോലെ തന്നെ അകത്തേക്ക് വരുന്ന ഇടപാടുകാർക്ക് വളരെ സുതാര്യമായും കാര്യക്ഷമമായും വേഗത്തിലും അവരുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നിലയിൽ അല്ലെങ്കിൽ നേടിയെടുക്കാവുന്ന ഒരു സാഹചര്യം ഒരുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യയും ഞങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുറെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. ഓക്കെ, അത് വളരെ വലിയൊരു കാര്യം. കാരണം ഞാനത് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതും കൂടെയാണ്. KSFE പവർ ആപ്പ് എന്നുള്ളത് വളരെ നല്ലൊരു ഇന്റർഫേസും കൂടെയാണ്. കൂടാതെ സാറ് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗം കൂടെയാണ്. അതായത് പുതിയ IT മേഖലയിൽ ജോലി അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ രൂപത്തിലുള്ള കുട്ടികളെല്ലാവരും അവർ റിസ്ക് എടുക്കാൻ അവർ ഓക്കെയാണ്. അവർ മിക്കവാറും മ്യൂച്വൽ ഫണ്ടിലേക്കും അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ പല മേഖലകളിലേക്കും അവർ പോകുന്നുണ്ട്. പക്ഷെ അവരെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ, അതായത് കുറച്ച് റിസ്ക് എടുക്കാൻ എനിക്ക് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഒരു ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നമുക്കൊരു പ്രോഡക്റ്റ് നാളെ KSFE നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇതൊരു പ്രസക്തമായ ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പുതിയ ഉൽപ്പന്നം ആവശ്യമില്ല. ഇപ്പോൾ നിലവിലുള്ള KSFE ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഈ വിഭാഗത്തിന്, അതായത് ടെക്നോളജിക്കലായിട്ടുള്ള നിലയിൽ പുതിയ തലമുറ ജോലികളിലൊക്കെ തന്നെ ഏർപ്പെട്ടിരിക്കുന്ന യുവതലമുറയ്ക്ക് തീർച്ചയായിട്ടും അനുയോജ്യമായിട്ടുള്ളതാണ് ഇപ്പോൾ ലഭ്യമാക്കിയിരിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ബഹുഭൂരിപക്ഷവും. പ്രധാനമായിട്ടുള്ള ചിട്ടി ഉൽപ്പന്നമാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ പ്രവേശിക്കുക. അതിലേക്ക് കടന്നാൽ ഇപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലകളിലേക്ക് ഒരാളുടെ സമ്പാദ്യത്തെ വിന്യസിക്കുക അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള തലം കണ്ടെത്തുക എന്നുള്ളതാണ് പൊതുവെ എല്ലാ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറും അല്ലെങ്കിൽ ഉപദേശകരും ഒക്കെ തന്നെ പുറമെ പറയാറുള്ളത്. അപ്പൊ അത് ആധാരമാക്കി നമ്മൾ ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ മറ്റുള്ള പല ഉൽപ്പന്നങ്ങളെക്കാളും വലിയ നിലയിലുള്ള ആദായം കിട്ടുന്ന ചിട്ടികൾ ഇതിനകം തന്നെ KSFE-യിലുണ്ട്. ദീർഘകാല ചിട്ടികൾ, മൾട്ടി ഡിവിഷൻ ചിട്ടികൾ. ഇപ്പൊ മൾട്ടി ഡിവിഷൻ ചിട്ടികളിൽ തന്നെ ഈ ടെക്നോളജിക്കലായിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താവുന്ന നിലയിൽ 2 ഡിവിഷനും 3 ഡിവിഷനും ഉൾപ്പെടെയുള്ള ചിട്ടികൾ ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ വിധത്തിലുള്ള ചിട്ടികളൊക്കെ തന്നെ തീർച്ചയായിട്ടും മറ്റേതൊരു മേഖലയിലും പണം നിക്ഷേപിക്കുന്ന അപ്പോൾ കിട്ടുന്ന റിട്ടേണിനേക്കാൾ മികച്ച നിലയിൽ ആദായം ലഭ്യമാകുന്നതാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുത. അത് എത്രത്തോളം അവർക്ക് അത് ബോധ്യമാകുന്നു എന്നുള്ളത് അറിയില്ല. മറ്റൊരു ഭാഗം കൂടിയുണ്ട് ഇതിന്. ഇപ്പോൾ സാധാരണഗതിയിൽ കിട്ടുന്ന റിട്ടേണിനൊക്കെ തന്നെ ടാക്സ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഇൻകം ടാക്സ്. ഇവർക്കൊക്കെ തന്നെ ഇവരെല്ലാം ടാക്സിന്റെ ബ്രാക്കറ്റിനകത്ത് വരുന്നവരുമാണ്. KSFE-യുടെ ചിട്ടിപ്പണം ലഭ്യമാകുമ്പോൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പോൾ അത് ഒരു വിഭിന്നമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പല നിക്ഷേപങ്ങളിലേക്ക് പോകുന്നവർക്ക് ഞാൻ പറയുന്നത് അവരെല്ലാ നിക്ഷേപങ്ങളിലും തുടരണം തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഏറ്റവും സേഫ്, സുരക്ഷിതവും അതുപോലെ മികച്ച ആദായം ലഭ്യമാകുന്നതുമായിട്ടുള്ള ഒന്നാണ് KSFE ചിട്ടികൾ. അനുയോജ്യമായ ചിട്ടികൾ ഏതാണെന്നുള്ളത് അവർക്ക് തിരഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത ആവശ്യമുണ്ടെന്നുള്ളത് KSFE-യുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ആരുമായി ബന്ധപ്പെട്ടാലും അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള പരിശോധിച്ചാലും ഒക്കെ തന്നെ അവർക്ക് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. ആ വിധം ഞങ്ങൾക്ക് പുതുതായി
പുതുതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇവരെ തേടി പോകേണ്ടതായിട്ടില്ല ഇപ്പോൾ. എങ്കിൽ പോലും ഇവർക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ ഒരുക്കിയെടുക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങളുടെ ആലോചനയിലുള്ളതാണ്. അങ്ങനെ ആവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം ചില ഉൽപ്പന്നങ്ങൾ ചിട്ടിയുമായി ബന്ധപ്പെടുത്തി ഞങ്ങൾ പുറത്തെടുക്കുന്നതാണ്. എനിക്ക് ഒരു അഭിപ്രായം കൂടിയുണ്ട്. ഇപ്പോൾ ഇവരെല്ലാം ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ സമ്പാദ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ KSFE-യുടെ അല്ലെങ്കിൽ മറ്റേതൊരു നിക്ഷേപത്തിലേക്കും സമീപിക്കുക. അങ്ങനെ വരുമ്പോൾ KSFE ചിട്ടികളിൽ അവർ നിക്ഷേപിക്കുമ്പോൾ ചിട്ടിപ്പണം ഏതെങ്കിലും ഘട്ടത്തിൽ നറുക്കിലൂടെയോ, ഇപ്പോൾ ഡിവിഷൻ ചിട്ടികളിലൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ നറുക്കില് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ പൂർണ്ണമായും വലിയ തുക ഗവൺമെന്റ് കമ്മീഷൻ കഴിച്ചുള്ള തുക കിട്ടുന്നൊരു സാഹചര്യം നിലവിലുണ്ടല്ലോ. അപ്പൊ ആ തുക കിട്ടുകയാണെങ്കിൽ അത് ഞങ്ങളുടെ ചിട്ടിപ്പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെപ്പോസിറ്റ് സ്കീമുകളുണ്ട്. ആ നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്നല്ല രാജ്യത്ത് തന്നെ ഇന്ന് ലഭ്യമാകുന്നതിൽ ഏറ്റവും മികച്ച പലിശ നിരക്ക് 8.25% ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം നിക്ഷേപത്തെ തുടർച്ചയായി വരുമാനം കിട്ടുന്ന, ആദായം കിട്ടുന്ന നിലയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഞങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണഗതിയിൽ ബാങ്ക് നിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ളവ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇൻഷുറൻസിന്റെ പരിരക്ഷ ഉള്ളതാണ്. KSFE സംബന്ധിച്ചോളം സർക്കാരാണ് ഗ്യാരണ്ടി, കേരള സർക്കാർ ഗ്യാരണ്ടി നൽകുകയാണ്. ഈ ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറയുമ്പോൾ അതിന് പരിധിയുണ്ട്. 5 ലക്ഷം വരെ മാത്രമേ ആ പരിധിയുള്ളൂ. അപ്പോൾ സാഹചര്യങ്ങളൊന്നും പ്രതികൂലമായില്ല എന്നുള്ളത് തീർച്ചയായിട്ടും യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ എങ്കിലും അങ്ങനെ ഒന്ന് കാണണമല്ലോ. ആ വിധത്തിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ കാര്യത്തിൽ ഈ അവരുടെ ഡെപ്പോസിറ്റിനെ അവർ നോക്കിക്കാണുകയാണെങ്കിൽ പരമാവധി നിക്ഷേപകന് 5 ലക്ഷം രൂപ മാത്രം കൊടുക്കുന്ന നിലയിലുള്ള സാഹചര്യം നിലനിൽക്കെ KSFE എത്ര തുകയാണോ നിക്ഷേപിക്കുന്നത് ആ തുകയ്ക്ക് മുഴുവൻ സർക്കാർ ഗ്യാരണ്ടി കൊടുക്കുന്നു. അത്രത്തോളം വലിയൊരു പരിരക്ഷ അതിന് ഉറപ്പുവരുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ വിധം തുടർച്ചയായി KSFE-യുടെ ചിട്ടികളിലും നിക്ഷേപങ്ങളിലും നിക്ഷേപിക്കുന്നതിനും അതിൽ നിന്ന് മികച്ച ആദായം ലഭ്യമാകുന്നതിനും മറുവശത്ത് സുരക്ഷ ഒരുക്കുന്നതിന്റെ കാര്യത്തിൽ വളരെ ഭംഗിയായ ഒരു നിലപാടാണ് കാലാകാലങ്ങളായി നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് കാലാനുസൃതമായിട്ടുള്ള പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പുതിയ തലമുറ ജോലികൾ, ഈ ടെക്നോളജിക്കൽ രംഗത്ത് ഉൾപ്പെടെ IT രംഗത്ത് ഉൾപ്പെടെ ജോലി ചെയ്യുന്നവർക്ക് ഉൾപ്പെടെ ഏറ്റവും സുരക്ഷിതമായും ഭംഗിയായും അവരുടെ നിക്ഷേപങ്ങളെ അല്ലെങ്കിൽ അവരുടെ വരുമാനത്തെ അല്ലെങ്കിൽ സൂക്ഷിക്കാനും അതിനെ പെരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഏറ്റവും നല്ല നിലയിൽ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് KSFE-യുടെ പദ്ധതികൾ, പ്രത്യേകിച്ച് KSFE ചിട്ടികൾ. മറ്റു നിക്ഷേപങ്ങളോടൊപ്പം തീർച്ചയായിട്ടും അവർക്ക് പരിഗണിക്കാവുന്ന എല്ലാത്തിലും ഒപ്പം, ഞങ്ങളതേ പറയുന്നുള്ളൂ, ഇതിലേക്ക് മാത്രം എന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓരോ ബക്കറ്റുകളിലും ഇടണം എന്നാണ്. ചിലപ്പോൾ ഗോൾഡിൽ ഇടണം, റിയൽ എസ്റ്റേറ്റിൽ ഇടണം, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടണം, ബാങ്ക് നിക്ഷേപങ്ങളിൽ ഇടണം. ഇതിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന, ഒരുപക്ഷെ ഒരല്പം മുന്നിൽ നിൽക്കുന്ന മറ്റൊരു നിക്ഷേപ പദ്ധതിയാണ് KSFE. ട്രഡീഷണൽ മെത്തേഡ് തന്നെയാണ് ട്രഡീഷണൽ മെത്തേഡിന്റെ ഒരു പുതിയ രൂപമാണ് ഞങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, മൂല്യവർദ്ധിതമായിട്ടുള്ള ചിട്ടി ഉൽപ്പന്നങ്ങളിലൂടെ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ സാർ, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാര്യം എടുക്കുന്ന സമയത്ത് പലപ്പോഴും ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും ഇക്വിറ്റി ഷെയർസിലാണെങ്കിലും വളരെയധികം പോസിറ്റീവായിട്ടാണ് ആൾക്കാർ സമീപിക്കുന്നത്. അതിൽ നെഗറ്റീവ് തന്നെ ഇല്ലാന്ന് തന്നെ പറയാം. പക്ഷെ KSFE പോലെ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ട്രഡീഷണൽ ആയിട്ട് നമുക്ക് ആർക്കും, അതായത് സ്വന്തമായി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടെ നമ്മൾ എത്തേണ്ട ഒരു സമയമായില്ല സാർ. നമ്മളെ ഇപ്പോൾ സാറ് പറഞ്ഞു ഇൻകം ടാക്സിൻ്റെ കാര്യം, അതേപോലെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, ഓരോ ഈച്ച് ആൻഡ് എവറിത്തിങ് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു പക്ഷേ പലർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും പലരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനാണ്? ഒരു വ്യത്യസ്തമായിട്ടുള്ള, എന്നാൽ ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു വിമർശനം തന്നെയാണ് നിങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. പൊതുവെ സാമൂഹ്യ മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ഒക്കെ തന്നെ KSFE-യുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും ഉള്ള വ്യക്തമായ ഒരു ചിത്രം കാണാൻ ഒരുപക്ഷെ കാണുന്ന കാര്യത്തിൽ ഒരു പരിമിതി ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അടുത്തിടെയായി ആ പോരായിക പരിഹരിക്കുന്ന ഒരു നിലയിലേക്കാണ് ഞങ്ങൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. KSFE-യുടെ എല്ലാ ശാഖകൾക്കും ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ, അതുകൂടാതെ കൊമേഴ്സ്യൽ അക്കൗണ്ടുകൾ, അതുകൂടാതെ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അക്കൗണ്ടുകളെല്ലാം തന്നെ ഉണ്ട്. ഗൂഗിൾ മൈ ബിസിനസ് ഉൾപ്പെടെയുള്ള എൻ്റെ സാധ്യതകളെയൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതി KSFE ആരംഭിച്ചു കഴിഞ്ഞു. KSFE-യുടെ ശാഖകൾ തുടങ്ങി റീജിയണൽ ഓഫീസ് HO തലത്തിൽ വരെ ഒരു മാർക്കറ്റിംഗ് ടീം സർവസജ്ജമായി ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെയൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട
പിന്നെ ചുമതല എന്ന് പറയുന്നത് പുതിയ മാധ്യമങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് KSFEയുടെ ഉൽപ്പന്നങ്ങളും പിന്നെ അതുപോലെ തന്നെ സേവനങ്ങളും ഇടപാടുകാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ അതിനകത്തൊരു സാമൂഹ്യമായിട്ടുള്ള ദൗത്യം കൂടി ആണ് അതുവഴി ഏറ്റെടുക്കുന്നത്. കാരണം ഇപ്പോ പല അർത്ഥത്തിലും സൈബർ തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ളവ പെരുകി വരികയാണ്. നമുക്കറിയാം വളരെ എൻലൈറ്റൻഡ് ആയിട്ടുള്ള, അതായത് സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ളവർ പോലും പറ്റിക്കപ്പെടുന്ന സൈബർ തട്ടിപ്പുകളിലൂടെ പറ്റിക്കപ്പെടുന്ന ഒരു ഘട്ടമാണിപ്പോൾ. അപ്പോൾ KSFEയുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഈ തരത്തിൽ പ്രചരിപ്പിക്കുന്നതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ വരുമാനം ലഭ്യമാകുന്ന കാര്യത്തിൽ, അവരുടെ നിക്ഷേപങ്ങൾ സ്വരുക്കൂട്ടുന്ന കാര്യത്തിൽ അവരുടെ മനസ്സിലേക്ക് എത്തിക്കുക, കോറിയിടുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഞങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. KSFEയുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് മാത്രമല്ല, ഇതിന്റെ മറ്റ് സാധ്യതകളെ കുറിച്ചെല്ലാം ഞങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള ഒട്ടനവധി ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ ഞങ്ങൾ വളരെ നല്ല നിലയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ KSFEയുടെ സ്ഥാപിത ലക്ഷ്യം തന്നെ ഇതുപോലെയുള്ള പിന്നെ ചൂഷണങ്ങളിൽ നിന്നും അതുപോലെ തട്ടിപ്പുകളിൽ നിന്നും പൊതുജനങ്ങളെ വിമുക്തരാക്കുക, സാമ്പത്തിക രംഗത്തുള്ള. ആ കാര്യത്തിൽ ഇപ്പോഴുള്ള ഒരു ശൈലി എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പിന്നെ കൂടി അഭിസംബോധന ചെയ്യുന്ന നിലയിലാണ് നവമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ KSFEയുടെ ഉൽപ്പന്നങ്ങളും KSFEയുടെ സേവനങ്ങളെ കുറിച്ചും കൂടുതലായിട്ട് അവരുടെ മനസ്സിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ആധുനികമായിട്ടുള്ള എന്തൊക്കെയാണോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, അതിനെയൊക്കെ തന്നെ ഉപയുക്തമാക്കിക്കൊണ്ട് KSFE ഉൽപ്പന്നങ്ങളെ കുറിച്ചും പൊതു സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ KSFEയുടെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഇടപാടുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം നല്ല നിലയിൽ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. കുറെ കൂടി അത് ഉയർന്നു വരാനുണ്ട്. ആ തരത്തിൽ പിന്നെ നവമാധ്യമങ്ങളുടെയും ഒക്കെ തന്നെ സാന്നിധ്യം ഞങ്ങൾ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തും. എനിക്ക് തോന്നുന്നു അക്കാര്യത്തിൽ പിന്നെ കേരളത്തിലുള്ള മറ്റ് ബാങ്കിതര സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും നല്ല നിലയിലേക്ക് അത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ സാർ, ഇതിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് ബിസിനസ് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വലിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കേരളത്തിൽ കൊടുത്തത്. പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി നമ്മൾ സ്റ്റേറ്റ് വൈസ് നോക്കുമ്പോൾ തന്നെ, എസ്പെഷ്യലി ബാംഗ്ലൂർ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്, ഹൈദരാബാദ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ മേ ബി NRK അല്ല സെക്ടർ, ആ ഒരു സെക്ഷനിലേക്കും കൂടെ KSFEയുടെ ഒരു ശ്രദ്ധ വരേണ്ട സമയം ആയില്ല സാർ? ശരിക്കും അത് ഭയങ്കര പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു നമ്മുടെ NRI ചിട്ടി എന്ന ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള, അല്ലെങ്കിൽ പ്രവാസി ചിട്ടി എന്ന ഒരു വിഭാഗത്തെ കുറിച്ചാണ് ഈ അഭിപ്രായം ഉയർന്നത്. അപ്പോ പ്രവാസി ചിട്ടികൾ എന്ന് പറയുന്നത് ഇന്ത്യക്ക് വെളിയിലുള്ള കേരളീയർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന് വെളിയിലുള്ള എല്ലാ പ്രവാസികൾക്കും, കേരളീയർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് പ്രവാസി ചിട്ടി. അതിന്റെ പ്രചാരം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബിസിനസ് പ്രൊമോട്ടർമാരെ പ്രവാസി ചിട്ടിയിലും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല നിലയിലാണ് ഇപ്പോൾ അതിന്റെ പ്രചാരം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ രാജ്യത്തിനകത്തുള്ള കേരളീയർക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കേരളീയർക്ക് വേണ്ടിയിട്ടുള്ള ചിട്ടി പ്രോത്സാഹനം നൽകുന്നതിന്, അല്ലെങ്കിൽ അവരിലേക്ക് ചിട്ടിയുടെ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ കൂടി ബിസിനസ് പ്രൊമോട്ടർമാരെ നിയമിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, അവരുടെ മറ്റ് താല്പര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ചില പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ ഏർപ്പെടാൻ പോകുന്നുണ്ട്. അതേസമയം കേരളത്തിനകത്തുള്ള ചിട്ടി കൂടുതൽ പ്രചരിപ്പിക്കുന്നതിനും പുതിയ ഇടപാടുകാരെ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ട് കൂടിയും ഞങ്ങൾ ബിസിനസ് പ്രൊമോട്ടർമാരുടെ പ്രവർത്തനം വ്യാപകമാക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാ റീജിയനുകളിലും നല്ല ഒരു അളവ് ചെറുപ്പക്കാരായിട്ടുള്ള, അഭ്യസ്തവിദ്യരായിട്ടുള്ള, +2 ഒക്കെ തന്നെ യോഗ്യതയുള്ള നല്ല മികവുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തുകൊണ്ട്, ചെറുപ്പക്കാരെ തെരഞ്ഞെടുത്തുകൊണ്ട് ഈ രംഗത്തേക്ക് എത്തിക്കുന്ന ഒരു നിലയിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഒരു 3-4 മാസക്കാലം കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ആദ്യ ഘട്ടമാണിത്. കുറെ കൂടി ഞങ്ങൾ അതിന്റെ വശങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം കൂടുതലായിട്ട് അതിനെ വ്യാപിപ്പിക്കുന്നതിനും എന്താണോ മാറ്റങ്ങൾ വരുത്തേണ്ടത്, സ്കീമിനകത്തുള്ള മാറ്റങ്ങൾ എന്താണോ വരുത്തേണ്ടത്, അത്തരം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടായിരിക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മുന്നോട്ട് പോവുക. അതേപോലെ സാറേ, ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ KSFE നമ്മൾ ചിട്ടി റിലേറ്റഡ് ആയിട്ട്, പക്ഷേ പല ഫീച്ചേഴ്സും, ഹോം ലോൺ, ഗോൾഡ് ഓടി, ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾ എപ്പോഴും ഒരു ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ KSFE നൽകുക. അതായത് ഒരു ചിട്ടി പേയ്മെന്റ് വരുമ്പോൾ ഓഫ് കോഴ്സ് ഒരു ബാങ്കിലേക്ക് നമ്മൾ സമീപിക്കണം. അപ്പോൾ നമുക്ക്
അതും കൂടെ KSFE എന്നുള്ള ഒരു എന്താ പറയുക കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഫിനാൻഷ്യൽ നീഡ്സ് എല്ലാം കൂടെ നമുക്ക് KSFEയിൽ അപ്രോച്ച് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ് പുതിയ ജനറേഷൻ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത. അതിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്തുന്നതിന് ഞാൻ ആഗ്രഹിക്കുകയാണ്. KSFE ഒരു ബാങ്കിങ് സ്ഥാപനമല്ല. മാത്രവുമല്ല KSFE ഒരു മിസലേനിയസ് നോൺ ബാങ്കിങ് സ്ഥാപനം എന്നുള്ള നിലയിലാണ് MNBC എന്ന ഒരു വർഗീകരണത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ബാങ്കിങ് ഇടപാടുകളൊന്നും തന്നെ KSFEക്ക് ചെയ്യാനുള്ള അവകാശമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ഒരു പരിമിതിയാണ്. എന്നാൽ അതുമൂലമുണ്ടാകുന്ന ഒരുപാട് സാധ്യതകൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. കാര്യം ഒരു ഇതര സാമ്പത്തിക ഉൽപ്പന്നം എന്നുള്ള നിലയിൽ ചിട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ചിട്ടിയെ വളർത്തിയെടുക്കുന്നതിനും ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയുക MNBC എന്നുള്ള ഒരു വർഗീകരണത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. മാത്രമല്ല കുറെ കൂടി അത്തരം ഉൽപ്പന്നങ്ങളെ കൂടുതൽ മൂല്യവർദ്ധിതമാക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക, സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ മറ്റ് സാധ്യതകളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുക. ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപിത ലക്ഷ്യം. അത് ഭംഗിയായി നിറവേറ്റുന്ന ഒരു സ്ഥാപനമാണ് KSFE. മറിച്ച് ബാങ്കിംഗ് രംഗത്തുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് കടക്കുക എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെയും മറ്റ് സംവിധാനങ്ങളുടെയും ഒക്കെ തന്നെ നിയന്ത്രണങ്ങൾക്കും അനുമതികൾക്കും വിധേയമായിട്ട് മാത്രമേ എന്തെങ്കിലും. എന്തായാലും ഇപ്പോൾ അത് പരിഗണനയിലുള്ള ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പരിമിതി നിലനിർത്തിക്കൊണ്ട് മാത്രമായിരിക്കും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇനിയിപ്പോൾ സാറിനോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് നമ്മുടെ തന്നെ പ്രേക്ഷകർ ചോദിച്ച ചോദ്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ KSFE ശാഖകളിൽ ഒരു കസ്റ്റമർ കെയർ, അതായത് നമ്മുടെ ബാങ്കുകളിലൊക്കെ ന്യൂ ജനറേഷൻ ബാങ്കുകളിലൊക്കെ ഉള്ള പോലെ ഒരു കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞ ചെറിയൊരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ പലർക്കും, അതായത് പുതിയതായി വരണവർക്ക് KSFEയുടെ ഏതൊക്കെ ചിട്ടികളാണ് ആ ബ്രാഞ്ചിൽ തുടങ്ങുന്നത്, അതിൻ്റെ ഒരു ഗുണങ്ങളും ദോഷങ്ങളും ഒരു 5-10 മിനിറ്റ് കൊണ്ട് അവർ എഡ്യൂക്കേറ്റ് ചെയ്ത് വിടാനുള്ള ഒരു സംവിധാനം എല്ലാ ബ്രാഞ്ചിലും ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിന് നമുക്ക് എല്ലാ ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു നീക്കം സാറിൻ്റെ ഭാഗത്തുനിന്ന് അത് വളരെ പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഞങ്ങളത് നന്നായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾക്കൊരു കോൾ സെൻറ്റർ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. കോൾ സെൻറ്ററിൻ്റെ ഒരു ചെറിയ രൂപം ഞങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടുമുണ്ട്. അത് നന്നായി നടക്കുന്നുണ്ട്. ഏതെങ്കിലും കാര്യങ്ങളുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചോ സേവനങ്ങളെക്കുറിച്ചോ മറ്റെന്തെങ്കിലും പരാതികളോ പരിഭവങ്ങളോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ ഉൾപ്പെടെ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അറിയിക്കാവുന്നതാണ്. അതിനുള്ള പരിഹാരം ഞങ്ങൾ നൽകുന്നുമുണ്ട്. എന്നാൽ കുറെ കൂടി ഇതിനെ വിപുലമാക്കണം എന്നുള്ള ഒരു ആലോചന ഭരണസമിതിയിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളത് അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള വികേന്ദ്രീകരിച്ച് തന്നെ ഇടപാടുകാർക്ക് അവരുടെ പരാതികൾ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ സ്കീമുകളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചുമുള്ള വ്യക്തത നേടുന്നതിനുള്ള സാധ്യത ഒരുക്കുന്നതിനുമൊക്കെ തന്നെ തീർച്ചയായിട്ടും KSFEയുടെ ഭാഗത്തുനിന്ന് ഇനിയുള്ള നാളുകളിൽ ശ്രമങ്ങൾ ഉണ്ടാകും. അത് പ്രാവർത്തികമാക്കും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. അതുകൂടാതെ പുതിയ തലമുറയിൽപ്പെട്ട വിഭാഗങ്ങൾക്ക് ഇപ്പോൾ പക്ഷേ കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് ഏതാണ്ട് എല്ലാവരും. അപ്പോൾ അത് പുതിയ തലമുറയിലേക്ക് മാത്രമായിട്ട് ഞാൻ ഒതുക്കി നിർത്തുന്നില്ല. KSFEയുടെ വെബ്സൈറ്റിൽ ഒരു ചാറ്റ് ബോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കുള്ള മറുപടി നൽകുന്ന നിലയിലുള്ള ഒരു സംവിധാനം കൂടി ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇതിനകം ചെറിയ രൂപമാണ് ഇപ്പോൾ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. പക്ഷെ അതിനെ വിപുലപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം സംവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും വെബ്സൈറ്റിൽ തന്നെ ഒരുക്കുകയാണ്. അപ്പോൾ ഈ ആധുനിക നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ സാറേ, ഇനി അടുത്തൊരു കാര്യം വെച്ചാൽ KSFE പ്രവാസി ചിട്ടി ശരിക്കും ഓപ്ഷനും എല്ലാം ഓൺലൈനിലാണ്. അപ്പോൾ നമ്മുടെ സാധാരണ നോർമൽ ചിട്ടികൾ എന്നാണ് ഈ ഓപ്ഷനുകളൊക്കെ ഓൺലൈൻ എന്നുള്ളൊരു സാധ്യത? ഇപ്പോൾ പറഞ്ഞില്ല, ടെക്നോളജി റിലേറ്റഡ് ആണ്, എല്ലാവരും അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെയാണ് അവരുടെ ഓഫീസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നായിരിക്കും ആ ഒരു കാര്യം സാധ്യമാവുക? പ്രവാസി ചിട്ടിയിൽ താങ്കൾ പറഞ്ഞതുപോലെ ഓൺലൈൻ ഓപ്ഷൻ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. KSFEയുടെ ശാഖകൾ യഥാർത്ഥത്തിൽ കുറെ കൂടി ഓപ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഓൺലൈനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ രൂപവൽക്കരണോ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ KSFEയുടെ ആലോചനയിൽ ഉള്ളതാണ്. അത് എന്തായാലും ഈ സ്ഥാപനത്തിൻ്റെ പ്രയാണം സാങ്കേതിക വിദ്യ അധിഷ്ഠിതമായിട്ട് കൂടുതൽ വിപുലീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിലയിലേക്ക് ഞങ്ങൾക്ക് എത്തിയേ മതിയാകും.
അതേസമയം തന്നെ ഈ ബ്രിക്ക് ആൻഡ് മോർട്ടാർ അല്ലെങ്കിൽ ഒരു ശാഖ എന്നുള്ള ഒരു സങ്കല്പനം അതിനെ ഞങ്ങൾ ഒട്ടും ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെ കുറയ്ക്കുന്നതിനോ ഉദ്ദേശിച്ചിട്ടില്ല. അതിനുള്ള കാരണം KSFE എപ്പോഴും ഒരു മനുഷ്യമുഖം ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇടപാടുകാരും ജീവനക്കാരും നേരിട്ട് ആശയവിനിമയം നടത്തുക അതിന് വളരെ വലിയൊരു പ്രാധാന്യമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാഖകളിൽ എത്തുന്നതിനും അല്ലെങ്കിൽ ശാഖകളിലുള്ള ജീവനക്കാർ ഇടപാടുകാരുടെ അടുത്തേക്ക് എത്തുന്നതിനും ഉൽപ്പന്നങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള ഒരു പാരസ്പര്യം, നേരിട്ടുള്ള ഒരു ആശയവിനിമയം, ഇതൊക്കെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിന്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കൂടുതൽ മനുഷ്യമുഖം ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളൊരു ബോധ്യം ഞങ്ങളുടെ പാരമ്പര്യം തന്നെ ആ നിലയിലാണ് പടുത്തുയർത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തുടരുന്നതിന് കൂടിയാണ് ഞങ്ങളുടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഓൺലൈൻ ഓപ്ഷൻ ഉൾപ്പെടെയുള്ളവ വരുത്തിക്കൊണ്ട് വിദൂരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ശാഖകളിൽ എത്തിച്ചപ്പെടാൻ പറ്റാത്തവർക്കും ഒക്കെ തന്നെ ഓപ്ഷന്റെ ഭാഗമാകാനുള്ള ഒരു സാധ്യത കൂടി ഒരുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമുക്ക് 673 ബ്രാഞ്ചസ് അല്ലേ സാറേ? അപ്പോൾ ഇതിലെല്ലാം 683. ഓക്കെ. അപ്പോൾ ഇതിൽ ഓരോ ബ്രാഞ്ചിനും വ്യത്യസ്തമായ ചിട്ടികളാണ്. ചില ബ്രാഞ്ചുകളിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചിട്ടികൾ വരും. അതായത് പ്രോഫിറ്റ്സ് കൂടുതൽ അല്ലെങ്കിൽ ഡിവിഡൻഡ് കൂടുതലുള്ള ചിട്ടികൾ ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ആണ് ഒരു 2,100,000 തുടങ്ങുന്നതെങ്കിൽ ഒരു പക്ഷേ പാലക്കാട് ഉണ്ടാവില്ല. പക്ഷെ ഇത് ചേരാൻ താല്പര്യമുള്ളവർ പല 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 ഡിസ്ട്രിക്റ്റിലായിരിക്കും ഉണ്ടാവുക. ഇവർ എങ്ങനെ ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്തു എനിക്ക് ഇന്ന ഒരു ചിട്ടിയാണ് ആവശ്യം, ആ ചിട്ടി എനിക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളതിൽ എങ്ങനെയൊക്കെ എവിടെയൊക്കെയാണ് ചിട്ടികൾ തുടങ്ങണതെന്ന് ഒന്ന് ടെക്നോളജി വൈസ് ഇവർക്ക് എങ്ങനെ അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും? ചിട്ടുകളെയൊക്കെ തന്നെ പൂൾ ചെയ്തുകൊണ്ടായിരിക്കും ഞങ്ങൾ പുതിയ സോഫ്റ്റ്വെയർ ഞങ്ങൾ വിഭാവനം ചെയ്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നപ്പോൾ ഓൺലൈൻ രീതിയിലേക്ക് കാര്യങ്ങൾ ഓപ്ഷൻ ഉൾപ്പെടെ മാറ്റുന്ന ആ ഒരു സോഫ്റ്റ്വെയർ നിലവിൽ വരുമ്പോൾ ഇത്തരം ചിട്ടുകളെയൊക്കെ തന്നെ സെൻട്രലൈസ്ഡ് പൂളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എല്ലാവർക്കും തെരഞ്ഞെടുത്ത് അവരവരുടെ അനുയോജ്യമായിട്ടുള്ള ചിട്ടികളിലേക്ക് ചേരാം എന്നുള്ള നിലയിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഇപ്പൊ തന്നെ അതിനുള്ള സാധ്യതകൾ നിലവിലുണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം KSFEയുടെ ചിട്ടികളെ കുറിച്ചുള്ള പ്രചാരം എല്ലാ മാധ്യമങ്ങളിലും വളരെ നല്ല നിലയിൽ ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഓരോ ശാഖകളിലും അനൗൺസ് ചെയ്ത ചിട്ടികളെ കുറിച്ച് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിൽ നല്ല നിലയിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൂടാതെ ശാഖകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഏജന്റുമാർ ഉൾപ്പെടെയുള്ള നമ്മുടെ സംവിധാനങ്ങൾ ആ ഒരു പ്രദേശത്തെ ഒരുപക്ഷെ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം ഒതുങ്ങി, പക്ഷെ ഒരു ശാഖയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു പ്രദേശത്തെ ശാഖകൾ ലഭ്യമായിട്ടുള്ള ചിട്ടികളെ കുറിച്ച് പ്രദേശവാസികൾക്ക് ഇപ്പോൾ ഒരു ജില്ലയിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ചിട്ടികൾ ആ ജില്ലയിൽ എവിടെ കിട്ടും എന്നൊക്കെയുള്ള നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ഏതായാലും സമൂഹ മാധ്യമങ്ങളിലൂടെ വിശിഷ്യ ഫേസ്ബുക്കിലൂടെയൊക്കെ തന്നെ ഞങ്ങൾ നല്ല നിലയിലാണെന്ന് പ്രചരിപ്പിക്കുന്നത്. മാത്രവുമല്ല ഞങ്ങളുടെ വിളിച്ച് ഈ നേരത്തെ പ്രീ ഓൺഡ് ചിട്ടികൾ എന്ന് പറയും, നമ്മുടെ ഇതിനകം പകരം ആളിനെ ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ തന്നെ സാധ്യതയുള്ള ചിട്ടികൾ ഏതാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രചാരം സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇനി അത് ഞങ്ങളുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ആ കൂട്ടത്തിൽ അനൗൺസ് ചെയ്യുന്ന ചിട്ടുകളെയും ഞങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ ശാഖകളിലും ഏതൊക്കെ ചിട്ടികളാണ് അനൗൺസ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളത് ഇതിനകം തന്നെ ഞങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ലൈവ് സ്റ്റാറ്റസ് കൃത്യമായിട്ട് നമുക്ക് അതിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ ഇപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിട്ടികൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും KSFE വെബ്സൈറ്റുകളിലൂടെയും ശാഖ തിരിച്ച് ലഭ്യമായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. കൂടുതലായി ഒരു പൂളിംഗ് കൊണ്ടുവന്നുകൊണ്ട് സെൻട്രലൈസ്ഡ് ആയിട്ട് ചിട്ടികളെയൊക്കെ തന്നെ എത്തിക്കുന്ന ഒരു നിലയിലേക്ക് ഞങ്ങൾ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിധം അനുയോജ്യമായ ചിട്ടികൾ കേരളത്തിൽ എവിടെ നിന്നും ഇടപാടുകാരനെ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. കുറെ കൂടി മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സാർ ഈ പറഞ്ഞ പോലെ ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് KSFE പവർ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും സാർ. അപ്പോൾ എല്ലാം നമ്മുടെ കയ്യിലായില്ലേ? അതെ 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 അതും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ അതിന്റെ വിപുലീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഡെപ്പോസിറ്റുകൾ, അതുപോലെ പിന്നെ സുഗമ ഉൾപ്പെടെയുള്ള ഡെപ്പോസിറ്റുകളുടെ സേവനങ്ങൾ വിരൽ തുമ്പിലേക്ക് എത്തിക്കുക മൊബൈൽ ആപ്ലിക്കേഷനിൽ, അതിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് അടുത്ത ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കാവുന്നത് തന്നെയാണ്. പിന്നെ അതുകൂടാതെ മെയിനായിട്ട് വേറൊരു യങ് ജനറേഷൻ പറഞ്ഞാണ് ഈ
ഫോം ഫില്ല് ചെയ്യുക, വരിയോല, KSFE-യുടെ വരിയോല ഡൗൺലോഡ് ചെയ്യണം, ഡൗൺലോഡ് ചെയ്ത് സൈൻ ചെയ്യണം. ഇതെല്ലാം ഓൺലൈനിൽ ഒറ്റ ക്ലിക്കിൽ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതൊന്ന് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ഒരുപാട് അബ്രോഡുള്ള ക്ലയൻസ് ആണ് ചോദിക്കുന്നത്. അല്ല, ഈ പ്രവാസികൾക്കായിട്ടുള്ള പ്രവാസി ചിട്ടികൾ ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ നിലയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, സെൻട്രലൈസ്ഡ് പൂളിംഗ് സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ സംവിധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആദ്യഘട്ടമാണ്. തീർച്ചയായിട്ടും അത് എത്തും. ആ കൂട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് എത്തിപ്പെടും. അപ്പോൾ ഇപ്പോൾ ഇത്ര നേരം നമ്മൾ സാറായിട്ട് സംസാരിച്ചത് ടെക്നോളജി റിലേറ്റഡ് ആണ്. അപ്പോൾ സാർ എത്ര ഫോക്കസ്ഡ് ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് അടിമുടി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ലൈവായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആയതുകൊണ്ട് എനിക്കത് ആ ഒരു ഡിഫറൻസ്, കഴിഞ്ഞ ഒരു 12 ഇയേഴ്സിൻ്റെ ഡിഫറൻസ് എനിക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. KSFE ഒരു ബഹുമുഖ വികസന തന്ത്രമാണ് യഥാർത്ഥത്തിൽ മെനഞ്ഞ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ കുറെ കൂടി വിശദമാക്കിയാൽ, ഇടപാടുകാർക്ക് മികച്ച ബിസിനസ് രംഗം ഒരുക്കുക, വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിട്ടികൾ, ഡിവിഷൻ ചിട്ടികളുടെ തന്നെ പുതിയ ചില ഉപായങ്ങൾ, 2 ഡിവിഷൻ 3 ഡിവിഷൻ ചിട്ടികൾ, 3 ഡിവിഷൻ ചിട്ടികളിലാവട്ടെ കൂടുതൽ ആദായം ലഭ്യമാകുന്നു. പെട്ടെന്ന് ചിട്ടിപ്പണം കിട്ടാൻ ഒരാൾക്ക് ഒരു മാസം സാധ്യത ഒരുങ്ങുന്നു. അതുകൂടാതെ പൂർണ്ണമായിട്ടും കിട്ടാൻ, അതുകൂടാതെ 2 ഡിവിഷൻ ചിട്ടികളിൽ പെട്ടെന്ന് കിട്ടാനുള്ളൊരു സാധ്യത ഒരുങ്ങുന്നു, ഒരുപക്ഷെ ഡിവിഡൻഡ് അല്പം കുറവാണെങ്കിൽ പോലും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഒരു മൂല്യവർദ്ധിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ കൂടുതലായിട്ട് അണിയിച്ചൊരുക്കുന്ന ഒരു സാഹചര്യം. അത് എല്ലാ കാര്യത്തിലും, ചിട്ടിയുടെ കാര്യത്തിലാവട്ടെ, വായ്പയുടെ കാര്യത്തിലാകട്ടെ, സ്വർണ്ണപ്പണയ വായ്പയുടെ കാര്യത്തിൽ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടനവധി ചുവടുവയ്പ്പുകളാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ കേരളത്തിന്റെ വിപണിയിൽ 85% സ്വർണ്ണവിലയുടെ 85% ഏറ്റവും മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന സ്വർണ്ണപ്പണയ വായ്പയായിട്ട് ലഭ്യമാക്കുന്ന സ്ഥാപനം വേറെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ സർക്കാരിന്റെയൊക്കെ തന്നെ പരിരക്ഷയോടുകൂടി, അല്ലെങ്കിൽ അതുപോലെ സുരക്ഷയുടെ ഒരു പൂർണ്ണ പര്യായം എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം മറ്റൊന്ന് കാണണമെന്ന് തന്നെയില്ല. അപ്പോൾ മൂല്യവർദ്ധിതങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഒരുക്കുക, ഇടപാടുകാർക്ക് അനുയോജ്യമായിട്ടുള്ള നിലയിലേക്ക് കാലാനുസൃതമായിട്ട് ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും പരിഷ്കരിക്കുക. ഇതാണ് ഞങ്ങളുടെ ബിസിനസ് രംഗത്തെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ്. മറ്റൊരു കാര്യം, എവിടെയൊക്കെയാണോ സാങ്കേതിക വിദ്യയെ കോർത്തിണക്കാൻ കഴിയുന്നത് ആ വിധം മികച്ച നിലയിലേക്ക് ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും മാറ്റിയെടുക്കുക. അതുവഴി ഇടപാടുകാർക്ക് മികച്ച അനുഭവം ലഭ്യമാകുക, മികച്ച ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൾപ്പെടെയുള്ള അനുഭവം ലഭ്യമാകുക KSFE-യിൽ നിന്നും. അതേസമയം ജീവനക്കാർ ഉൾപ്പെടെയുള്ള KSFE-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏവർക്കും കാര്യക്ഷമമായിട്ടുള്ള സേവനം നൽകാനുള്ള സാധ്യത സാങ്കേതിക വിദ്യയിലൂടെ ഒരുക്കുക. അപ്പോൾ അതാണ് ആ ഒരു രംഗത്ത് ഞങ്ങൾ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. സർക്കാർ ഇപ്പോൾ KSFE-യുടെ മൂലധനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 250 കോടി രൂപയായിട്ട് KSFE-യുടെ അംഗീകൃത മൂലധനം മാറ്റിക്കഴിഞ്ഞു. 100 കോടിയിൽ നിന്നും 200 കോടിയായിട്ട് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് അടച്ചു തീർത്ത മൂലധനം ഉയർത്താൻ പോകുന്നു. അതുകൂടാതെ തന്നെ ഓഡിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും കൃത്യമായി അവസാനിപ്പിച്ചു, അതാത് സമയബന്ധിതമായി പൂർത്തീകരിച്ചുകൊണ്ട് ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെ പുറത്തിറക്കിക്കൊണ്ട് മികച്ച ഒരു ഭരണ നിർവഹണം ഒരുക്കുന്നു. പ്രൊഫഷണൽസ് ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ KSFE-യെ നയിക്കുന്ന ചെയർമാൻ ഉൾപ്പെടെയുള്ള ഡയറക്ടർ ബോർഡ് വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിലും ഭാവനാസമ്പന്നമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നയരൂപീകരണങ്ങളിലും ഏർപ്പെടുക. അതുപോലെ തന്നെ സർക്കാരിന്റെ പരിപൂർണമായിട്ടുള്ള പരിലാളന KSFE-ക്ക് ലഭ്യമാകുക. ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ശ്രീ അഡ്വക്കേറ്റ് KN ബാലഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ധനവകുപ്പ് വലിയ നിലയിലുള്ള പരിലാളനയും പിന്തുണയുമാണ് KSFE-ക്ക് നൽകുന്നത്. അടുത്തിടെയായിട്ട് അതർ ലൈൻസ് ഓഫ് ബിസിനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ സ്ഥിരമായി അത്തരം ബിസിനസ് രംഗത്തേക്ക് കടക്കാം എന്നുള്ള നിലയിൽ സെൻട്രൽ ചിറ്റ് ഫണ്ട് ആക്ടിന്റെ 12(1) പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു സർക്കാർ ഉത്തരവ് നൽകിയുണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ, ധനവകുപ്പിന്റെ, ധനകാര്യ മന്ത്രിയുടെയൊക്കെ തന്നെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഞങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടെന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ തന്നെ ആകെ ഫലമായി മികച്ച ഒരു ഭരണ നിർവഹണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് KSFE-ക്ക് കഴിയുന്നുണ്ട്. മികച്ച സേവന വേതന വ്യവസ്ഥകൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് KSFE ജീവനക്കാരുമായിട്ട് മുന്നോട്ടുള്ള യാത്ര നടത്തുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ഒരു ഡിലൈറ്റ്, അവരുടെ ഒരു സന്തോഷം ഒക്കെ തന്നെ തീർച്ചയായിട്ടും പ്രവർത്തന രംഗത്തും പ്രതിഫലിക്കും എന്നുള്ളതിൽ തർക്കമില്ല. അതുകൂടാതെ KSFE-യുമായി സഹവർത്തിത്വം പുലർത്തുന്ന ഏജന്റുമാർ,
ഏജന്റുമാർ, അപ്രൈസർമാർ, അതുപോലെ പുതുതായി വരുന്ന ബിസിനസ് പ്രൊമോട്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് മികച്ച കമ്മീഷൻ വ്യവസ്ഥയിലും കരാർ വ്യവസ്ഥയിലാണെങ്കിൽ പോലും അതിന്റെ വ്യവസ്ഥിതികളൊക്കെ തന്നെ ഇന്നിപ്പോൾ വിപണിയിൽ ലഭ്യമാകുന്നതിൽ ഏറ്റവും മികച്ച നിലയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെയും നല്ല നിലയിലുള്ള സേവനം KSFE ലഭ്യമാക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഇടപാടുകാർക്ക് എന്തൊക്കെയാണോ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവർ കാക്ഷിക്കുന്നത് അതിനനുസരിച്ച് കൂടുതൽ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നിലയിൽ ഞങ്ങൾ കഴിഞ്ഞ നവംബർ 6-ന് ഞങ്ങളുടെ സ്ഥാപക ദിനമായിരുന്നു. അന്ന് എല്ലാ ശാഖകളിലും അന്ന് മുതലുള്ള ഒരു മാസക്കാലം കൊണ്ട് പൂർത്തീകരിക്കുന്ന നിലയിൽ കസ്റ്റമർ മീറ്റുകൾ നടക്കുകയുണ്ടായി. ഇതിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണ്ടുന്ന തരത്തിൽ മാറ്റുകയും ചെയ്യുന്ന നിലയിലേക്ക്. അപ്പോൾ ഒരു ഇടപാടുകാർക്ക് വേണ്ടി എന്തൊക്കെയാണോ കൂടുതലായി ചെയ്യേണ്ടത് എന്നുള്ളത് തൊട്ടറിയുന്ന നിലയിലേക്ക് KSFE കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നു. അപ്പോൾ ആ വിധം കൂടുതൽ ജനകീയമാകുന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു. അതുകൂടാതെ നമുക്കറിയാം ഇപ്പോൾ ധനകാര്യ മാനേജ്മെന്റ് KSFE പോലുള്ള ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നിലയിലാണ് എത്തേണ്ടത്. 1 ലക്ഷം കോടി രൂപയുടെ വിറ്റുവരവാണ് KSFE അടുത്ത ഈ 2025 ലക്ഷ്യമാക്കുന്നത്. 91,000 കോടി രൂപയുടെ വിറ്റുവരവ് എത്തിക്കഴിഞ്ഞു. ലാഭകരമായിട്ടുള്ള പ്രവർത്തനം ഏറ്റവും നല്ല നിലയിൽ പുരോഗമിക്കുന്നു. കാരണം 489 കോടി രൂപ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് തന്നെ പറയാം. കഴിഞ്ഞ സാമ്പത്തിക വർഷം KSFE ഉണ്ടായ ലാഭക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വിധത്തിലും ഉള്ള സമവാക്യങ്ങൾ ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ചേരുവ ചേർക്കുന്ന കാര്യത്തിൽ KSFE ജാഗരൂകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ബഹുമുഖ വികസന തന്ത്രം KSFE വളരെ കൃത്യമായി വികസിപ്പിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇത് എന്നാണ് എനിക്ക് ചുരുക്കത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത്ര നേരം സാറ് നമ്മളോട് ശരിക്കും പറഞ്ഞാൽ ഒരു ദീർഘവീക്ഷണം സാറിന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമ്പാദ്യ ജീവിതം വളരെ മനോഹരമായിട്ട് ട്രഡീഷണൽ രീതിയിൽ നിങ്ങൾക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിലുള്ളത്, അതായത് നമ്മുടെ KSFE. അപ്പം ഇത്ര നേരം സാറ് നമ്മളോട് വളരെയധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ സാറിനോട് ഓൾറെഡി ചോദിച്ചു. അതിന് സാറ് വളരെ വ്യക്തതയോടുകൂടി നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇത്ര നേരം നമുക്ക് വിലപ്പെട്ട സമയം നൽകിയ ഡോക്ടർ SK സനൽ സാറിനോട് വളരെയധികം താങ്ക് യു. വളരെ സന്തോഷം, നന്ദി.